നമസ്കാരം. നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ സ്കൈ റൂട്ട് അവരുടെ വിക്ഷേപണം സക്സസ്ഫുള്ളായി നടത്തുന്നു. ഇതൊരു സ്വകാര്യ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്ത് വരുന്നു. അപ്പം ഇതെല്ലാം വളരെ ആശങ്കയോടെയാണ് പാകിസ്ഥാൻ കാണുന്നത് എന്നുള്ള തരത്തിലുള്ള എല്ലാം വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇതൊരു ഡുവൽ തരത്തിലുള്ള ടെക്നോളജി ആയിട്ട് മാറ്റാൻ ഭാവിയിൽ സാധിക്കും എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഒരു മിസൈൽ പോലത്തെ ഒരു സിസ്റ്റമാക്കി ഇത് മാറ്റുമോ എന്നുള്ള തരത്തിൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്നൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സ്പേസ് കമ്പനിയായ സ്കൈറൂട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച് സ്വന്തമായി നിർമ്മിച്ച വിക്രം എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഒരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചു. സ്കൈറൂട്ട് സ്പേസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി, ഒരേ ഒരു സ്വകാര്യ കമ്പനി അല്ല സ്കൈറൂട്ട്. ഇന്ത്യയിലെ നിരവധി സ്പേസ് രംഗത്തുള്ള നിരവധി കമ്പനികൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മറ്റൊരു ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഉടൻ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്ന ഒരു കമ്പനിയാണ് അഗ്നികുൽ എയറോസ്പേസ്. അവര് അഗ്നിബാൺ എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റ് അവരിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി കമ്പനികൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരികയാണ്. ഇത് വളരെ ആശങ്കയോടെയാണ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ കാണുന്നതെന്നാണ് ഇപ്പോ പ്രതിരോധ മേഖലയിലുള്ള മാസികകളും അതുപോലെ മറ്റ് മീഡിയകളും ഒക്കെ പറയുന്നത്. അതിന്റെ കാരണം, ഈ പ്രതിരോധ മേഖലയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകൾ ഈ സ്പേസ് കമ്പനികൾ വികസിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച വിക്രം സ്പേസ് ലോഞ്ച് വെഹിക്കിൾ, വിക്രം റോക്കറ്റ് ഉപയോഗിക്കുന്നത് 4 സ്റ്റേജുള്ള ഒരു റോക്കറ്റാണ്. 4 ഘട്ടങ്ങളാണ് റോക്കറ്റിനുള്ളത്. അതിലെ ആദ്യത്തെ 3 സ്റ്റേജും സോളിഡ് ഫ്യൂവൽ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. ഈ ഖര ഇന്ധനം ആണ് മിസൈലുകളിൽ ഉപയോഗിക്കുന്നത്. ഇവർ സ്വന്തമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഇന്ധനം വികസിപ്പിക്കുന്നുണ്ട്. പല കെമിക്കൽസ് ചേർത്തിട്ടാണ് ഈ ഇന്ധനം ഉണ്ടാക്കുന്നത്. അപ്പോ ഇത്തരം ഇന്ധനങ്ങൾ, ഖര ഇന്ധനങ്ങൾ റോക്കറ്റിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. ബഹിരാകാശത്തോട്ട് അയക്കുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ മാത്രമല്ല, അത് മിസൈലിനും ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വിക്രമിൽ ഉപയോഗിച്ചിരിക്കുന്ന ഖര ഇന്ധനം ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഇന്ധനമാണ്. ആ ഇന്ധനം അഗ്നി 6 വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഇപ്പോ വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളിലും അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവയുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും ഇത്തരം ഇന്ധനത്തിന്റെ ഇൻഡിജിനസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഉപയോഗത്തോടു കൂടി സാധിക്കും. അതാണ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഭയം നൽകുന്നത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു കമേഴ്സ്യൽ ലോഞ്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ, അതായത് പണ്ട് ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ അടുത്ത റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ ഒരു 4 മാസം 5 മാസം ഒക്കെ എടുക്കും. കാരണം ഒരേ ഒരു ഏജൻസിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, അത് ISR. പക്ഷെ ഇപ്പൊ അതല്ല, ഇത് ഈ പല ജോലികളും വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ റോക്കറ്റിന്റെ എഞ്ചിൻ പോലും ഒരു സ്വകാര്യ കമ്പനി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അസംബിൾ ചെയ്യുന്നത് മാത്രം സർക്കാരിന്റെ ഏജൻസി ആയിരിക്കും. ISROയുടെ പല റോക്കറ്റുകളും ഇപ്പം അതിന്റെ എഞ്ചിൻ പലതും ഗോദ്രേജ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പല ആൾക്കാർ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ വളരെ വേഗതയിൽ അത് ഉണ്ടാക്കാം. കാരണം സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം അതിന്റെ നിർമ്മാണം പലയിടത്തും പുരോഗമിക്കും. നമ്മളൊരു നിസ്സാര കാര്യം നോക്കിയാൽ മതി. പണ്ടൊരു 500 കിലോമീറ്റർ റോഡ് നിർമ്മിക്കണമെങ്കിൽ ഒറ്റ കോൺട്രാക്ടറായിരുന്നു. അപ്പൊ അത് കാരണം ഒരറ്റത്തു നിന്ന് നിർമ്മിച്ച് അങ്ങ് വരാൻ ദിവസം എടുക്കും. ഇപ്പൊ അതല്ല, ആ വർക്ക് ഒരു 5 കോൺട്രാക്ടർമാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, 100 കിലോമീറ്റർ. അപ്പൊ ഓരോ സ്ട്രെച്ചും ഒരുപോലെ പണി തുടങ്ങും. അപ്പൊ ഈ സ്ട്രെച്ച് എല്ലാം കൂടെ അവസാനം ഒരുമിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒരുമിക്കും. ആ രീതിയിലാണ് ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആധുനിക കാലത്ത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അമേരിക്കയാണ്, പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇത്തരം ഒരു സപ്ലൈ ചെയിനിന്റെ ഒരു തുടക്കം കുറിക്കുന്നതൊക്കെ. അപ്പോ ഇങ്ങനെ ഒരു സപ്ലൈ ചെയിൻ ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. അതായത് അതീവ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു മേഖലയിൽ അത്തരം വൈദഗ്ധ്യമുള്ള നിരവധി കമ്പനികൾ രംഗത്ത് വരികയും, ഇപ്പൊ ഉദാഹരണത്തിന് പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരാൾ ഉണ്ടാക്കുന്നു, ഇനി ഇതിന്റെ കൺട്രോൾ സിസ്റ്റം വേറെ ആൾ ഉണ്ടാക്കുന്നു, ഏവിയോണിക്സ് എന്ന് പറയുന്ന ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനം അത് വേറൊരാൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഓരോ മേഖലയിലെയും എക്സ്പെർട്ടുകളുടെ എണ്ണം കൂടി വരിക.
ഇതൊരു വലിയ ആവാസ വ്യവസ്ഥ ഇത് സൃഷ്ടിക്കും. ഈ വലിയ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധസമയത്ത് ഇത്തരം ആവാസ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിന് ഒരു കോമ്പണന്റിന്റെയും കുറവ് അനുഭവപ്പെടത്തില്ല. കാരണം അവർക്ക് ഒരൊറ്റ ഏജൻസി മാത്രമല്ല നിർമ്മിക്കുന്നത്. ഒരൊറ്റ ഏജൻസി നിർമ്മിക്കുമ്പോൾ ആ ഏജൻസിക്ക് പരിമിതിയുണ്ട്. അതിന് ഒരു പരിധിയിൽ കൂടുതലൊന്നും ഒരു സാധനം നിർമ്മിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ നിർമ്മിക്കുമ്പോൾ പരിധിയൊന്നുമില്ല. എത്ര നാൾ വേണമെങ്കിലും, എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം. അപ്പൊ അതാണ് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. കാരണം അവർക്ക് സർക്കാരിന്റെ ഏജൻസി മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ എക്സ്പെർട്ടൈസ് ഉള്ള ഏജൻസികളൊന്നുമില്ല. ഏത് കാര്യത്തിനും ചൈനയെയും അമേരിക്കയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശേഷിയുടെ, ക്യാപ്പബിലിറ്റിയുടെ വിടവ് വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്ക. അങ്ങനെയുള്ള ഒരു ആശങ്ക പുറത്തു വരുമ്പോൾ അവർക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവര് അമേരിക്കയുടെയും ചൈനയോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ശ്രമിക്കും. അത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതത്ര വലിയ ഒരു പ്രസക്തി അതിനുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ ലോഞ്ച് വെഹിക്കിളിന്റെ കാര്യമാണ്. ലോഞ്ച് വെഹിക്കിളിൽ സ്വന്തമായിട്ട് എഞ്ചിൻ ഉണ്ടാക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഇന്ധന പ്രൊപ്പൽഷൻ സിസ്റ്റം അത് പിന്നെ ബാലിസ്റ്റിക് മിസൈലിൽ ഉപയോഗിക്കാം, റോക്കറ്റിൽ ഉപയോഗിക്കാം. ഇതിന്റെ ഏവിയോണിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റവും ഈ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. അതുപോലെ ഗൈഡൻസ് സിസ്റ്റം, അതായത് ഒരു റോക്കറ്റിനെ ഗൈഡ് ചെയ്യുന്നതും ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ഗൈഡ് ചെയ്യുന്നതും സിസ്റ്റം ഏതാണ്ട് അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുത്തിയാണ് അത് വിക്ഷേപണത്തിൽ ഒന്ന് നേരെ മുകളിലോട്ട് പോകുന്നു, മറ്റേത് ഒരു കർവ്ഡ് പാത്തിലൂടെ, ഒരു വളഞ്ഞ പാതയിലൂടെ ആദ്യം ബഹിരാകാശത്ത് ചെയ്യുന്നിട്ട് പിന്നെ റീ എൻട്രി നടത്തും താഴേക്ക്. അപ്പൊ അതൊക്കെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ. എങ്കിലും ഗൈഡൻസ് സിസ്റ്റത്തിന് ഒരുപാട് സമാനതകളുണ്ട്. രണ്ടിലും ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നോളജി, കോമൺ ടെക്നോളജിയാണ്. അതായത് അതാണ് ഈ ഡുവൽ പർപ്പസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഒരേ സമയം ആ ടെക്നോളജി നമുക്ക് സിവിലിയൻ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതേസമയം നമുക്ക് ഈ ടെക്നോളജി മിലിറ്ററി പർപ്പസിനും ഉപയോഗിക്കാം. ഇത്തരം ഡുവൽ പർപ്പസ് ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന കമ്പനികളുടെയും അതുപോലെ വ്യക്തികളുടെയും ഒക്കെ എണ്ണം കുതിച്ചുയരുന്നു. ഇതും പാകിസ്ഥാൻ ഒരു പരിഭ്രാന്തിയാണ്. പിന്നെ മാത്രമല്ല, ഈ കമ്പനികൾ വരും ദിവസങ്ങളിൽ ഇപ്പൊ ISROയുടെ വിക്ഷേപണങ്ങൾ സംബന്ധിച്ച തടസ്സത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ അട്ടിമറികളെ കുറിച്ചും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞ ദിവസം മുമ്പ്. പക്ഷേ ഈ സ്വകാര്യ കമ്പനികൾ, ഇപ്പോൾ 2 സ്വകാര്യ കമ്പനികളും കൂടെ ഉടൻ തന്നെ വിക്ഷേപണം തുടങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലോ എർത്ത് ഓർബിറ്റിലോട്ടുള്ള സ്ട്രാറ്റജിക് സർവൈലൻസ് അല്ലെങ്കിൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന 3 ഏജൻസികൾ ഒരേ സമയം ഇന്ത്യയിൽ വരിക. ഒന്ന് ISRO, ഒന്ന് അഗ്നികുൽ എയറോസ്പേസ്, മറ്റൊന്ന് സ്കൈ റൂട്ട്. ഇവർ 3 പേരും മാറി മാറി ചറവറാന്ന് വിക്ഷേപിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊരു വല്ലാത്ത സ്ഥിതിയാണ്. കാരണം ഈ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ അട്ടിമറിക്കാൻ ഒരാൾക്ക് പറ്റും, പക്ഷെ നിരവധി സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ കയറി അട്ടിമറിക്കണമെങ്കിൽ അതിന് കോടികളുടെ ചെലവുണ്ട്. അത്രയും ചെലവുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇത് വികസിപ്പിച്ചെടുത്താൽ മതിയല്ലോ. അപ്പൊ അത്രയും പൈസ ചെലവാക്കാൻ പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അതാണ് പാകിസ്ഥാനെ ഞാൻ ഒരു മുഖ്യ ശത്രു എന്നുള്ള രീതിയിൽ നേരിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പിന്നിൽ നിൽക്കുന്ന ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും എല്ലാം ഒരേ ശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ്, വലിയൊരു ആവാസ വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് നമുക്ക് വിക്ഷേപിക്കാൻ, ഒരു വർഷം നമുക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ശേഷി, അതായത് നമ്മുടെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സൈനിക, സിവിലിയൻ ക്യാപ്പബിലിറ്റീസ് നമുക്ക് വർദ്ധിക്കുക. ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു രാജ്യത്തിനോട് യുദ്ധം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു രാജ്യം അവരുടെ സ്വന്തം തട്ടകത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ചെയ്യുകയല്ല, നമ്മുടെ രാജ്യത്തെ തന്നെ പ്രതിരോധിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ഒരു കീറാമുട്ടിയായിട്ട് മാറും. ഇപ്പം ഇന്ത്യയുടെ ഒരു വികസിക്കുന്ന സ്വകാര്യ മേഖല, വികസിക്കുന്ന ബഹിരാകാശ രംഗത്ത് വൈദഗ്ധ്യമുള്ള ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒരു നിര വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പലയിടത്തായിട്ട് വ്യാപിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒന്നും വികസിപ്പിക്കാൻ സർക്കാർ ഒരു പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. അതൊക്കെ സ്വകാര്യ മേഖലയുടെ സ്വന്തം പണം കൊണ്ടാണ് അവര് ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒക്കെ അവര് നിർമ്മിച്ചെടുക്കുന്നത്.
അങ്ങനെ നിർമ്മിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഫണ്ടുകൾ അവർക്ക് ആവശ്യമില്ല. അത് അവരുടെ റോക്കറ്റിൽ ഉപയോഗിക്കുന്നു. ഈ ടെക്നോളജി നമുക്ക് അവര് പിന്നെ മിലിറ്ററി പർപ്പസിനായിട്ട് നമുക്ക് പിന്നെ സർക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അതൊരു മൊത്തത്തിൽ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന ഈ സൈനിക ടേം ഉണ്ട്. അതായത് നമുക്ക് നിലവിലുള്ള ഒരു സംവിധാനത്തിന്റെ കാര്യക്ഷമത നമ്മൾ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. പുതിയൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യം, നിലവിൽ നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ കാര്യക്ഷമത നമ്മൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഉൽപാദന പ്രക്രിയ നമുക്ക് വലിയ വേഗത കൈവരിക്കുന്നു. അതിന്റെ ഒരു ക്വാണ്ടം സ്കെയിൽ വളരെയധികം വർദ്ധിക്കുന്നു. അതായത് പുതിയൊരു സിസ്റ്റം നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഈ ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിന്റെ കാര്യക്ഷമത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയൊരു മുന്നേറ്റമാണ് സ്പേസ് മേഖലയിലും അതുപോലെ തന്നെ സൈനിക മേഖലയിലും. വരും ദിവസങ്ങളിൽ നമ്മുടെ സൈന്യത്തിന് ഈ ഒരു അതിവേഗം വികസിക്കുന്ന ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ ഉൽപാദന മേഖല, ഇതിന്റെയൊക്കെ പ്രയോജനം സൈന്യത്തിന് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശരി, ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. കൂടുതൽ ഇത് സംബന്ധിച്ച വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.